അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാന് നമുക്കറിയാം കർത്താവിൻ്റെ വേലയിൽ ഏറ്റവും അധികമായി പ്രയോജനപ്പെട്ട ഒരു ശിഷ്യനാണ്. പ്രത്യേകാല തൻ്റെ എഴുത്തുകളിൽ വളരെ വ്യത്യസ്തത നമുക്ക് കാണുവാൻ കഴിയും. അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാന്റെ എഴുത്തുകൾക്ക് മറ്റ് എഴുത്തുകളെക്കാളും വ്യത്യസ്തത നമുക്ക് കാണാൻ കഴിയും. അതിനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞുകൊണ്ട് നമ്മുടെ മുമ്പോട്ടുള്ള പഠനത്തേക്ക് പോകാം. സിനോപ്റ്റിക് ഗോസ്പൽ എന്നറിയപ്പെടുന്ന സമാന്തര സുവിശേഷങ്ങൾ എന്നറിയപ്പെടുന്ന മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, 4 സുവിശേഷങ്ങളിലും പ്രതിപാദിച്ചിരിക്കുന്ന വിഷയങ്ങൾ ഒന്നു തന്നെയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം മുതൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനങ്ങളെ വരെയും പ്രതിപാദിക്കുന്ന തൻ്റെ ശുശ്രൂഷകളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സുവിശേഷങ്ങളെല്ലാം എഴുതപ്പെട്ടു. എന്നാൽ മറ്റ് 3 സുവിശേഷങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. ലൂക്കോസിന്റെ സുവിശേഷം പഠിക്കുമ്പോഴും വ്യത്യസ്തതയുണ്ട്. മറ്റ് സുവിശേഷങ്ങളിൽ കാണാത്ത പല കാര്യങ്ങളും ലൂക്കോസ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിനുള്ള പ്രത്യേകത, നാം പഠിക്കുന്ന വെളിപ്പാട് പുസ്തകമാണ് എങ്കിലും യോഹന്നാന്റെ എഴുത്തിനെ കുറിച്ചൊന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് നമുക്ക് കടന്നു പോകാം. യോഹന്നാന്റെ എഴുത്തുകളിലെ പ്രത്യേകത, മറ്റുള്ളവർ എഴുതിയതിൽ നിന്നും അല്പം കൂടെ ആഴമേറിയ ചിന്തകളും തോട്ട്സുകളുമാണ് യോഹന്നാന്റെ എഴുത്തുകൾ നമുക്ക് കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വചനം തന്നെ അതിന് വളരെ ഉദാഹരണമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവം ആയിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ വചനം പിന്നീട് ജഡമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഇവിടെ 1-ാം വാക്യത്തിൽ പറയുന്നത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വിശുദ്ധ ബൈബിളിൽ പ്രാരംഭ പുസ്തകമായിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം, പഠന സൗകര്യാർത്ഥം ഉൽപ്പത്തി പുസ്തകം, എന്നാൽ ഏറ്റവും പഴക്കം ചെന്ന പുസ്തകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയ്യോബിന്റെ പുസ്തകമാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ മോശ, ദൈവപുരുഷനായിരിക്കുന്ന മോശ എഴുതിയ എഴുത്തുകളുണ്ട്. അതിൽ ക്രിയേഷനെ കുറിച്ച് നമ്മൾ കാണുകയാണ്. ഉൽപ്പത്തി, ഭൂമിയുടെയും സകലത്തിന്റെയും ആരംഭത്തെ അവിടെ കാണിക്കുക. അവിടെ മോശയ്ക്ക് കിട്ടിയ വെളിപ്പാടെന്ന് പറയുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പിന്നീട് ആ ഭൂമി എങ്ങനെയായിരുന്നു എന്നുള്ള അവസ്ഥകളെ കുറിച്ച് പറയും. അപ്പോ ഒരാൾ എഴുതി വെച്ചതായ ഒരു വിഷയത്തിന് അപ്പുറം മറ്റൊരു വിഷയമുണ്ട് എന്ന് കണ്ടെത്തുവാനുള്ളതായ ഒരു വെളിപ്പാട്, ഒരു കാഴ്ചപ്പാട്, ഒരു നിയോഗം പ്രാപിച്ചത് യോഹന്നാന് മാത്രമാണ്.